സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹജ്ജിലേക്കുള്ള ആ ഒരു പ്രവേശനം തന്നെ വരാനിരിക്കുന്ന ദുനിയാവിന്റെ അവസാനത്തിൽ നിനക്ക് വരാനിരിക്കുന്ന മരണമാകുന്ന അനിഷേധ്യ യാഥാർത്ഥ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ആ ഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തന്നെ. ഹജ്ജ് എന്നുള്ളത്, അതേപോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് ഒരു യാത്രയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നും വ്യത്യസ്ത രീതിയിലായിട്ട് ആളുകളെല്ലാം യാത്ര ചെയ്ത് മക്കയിലേക്ക് എത്തുകയാണ് ആ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി. ആ ഹജ്ജ് യാത്ര യഥാർത്ഥത്തിൽ ജീവിത യാത്രയെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ജീവിതവും ഒരു യാത്രയാണ്. ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ, സൂറത്തുൽ ഫജ്ർ. തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്റെ മടക്കം. ആ മടക്ക യാത്രയിലാണ് നമ്മൾ ഓരോ ദിവസം ദുനിയാവിൽ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ആരംഭിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘം, യമനിൽ നിന്നുള്ള ഒരു സംഘം ഒരു ഭക്ഷണം എടുക്കാതെ അവര് ഹജ്ജിനേക്ക് വന്നു. അതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഥികളാണ് ഞങ്ങൾ, അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ച്, അതായത് നിങ്ങൾ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, സൂറത്തുൽ ബഖറയുടെ 197-ാമത്തെ വചനം. നിങ്ങൾ യാത്രാ വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് പറഞ്ഞ് ഒന്നും എടുക്കാണ്ട് ഇറങ്ങി പുറപ്പെടല്ല, മറിച്ച് നമ്മുടെ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ഭാഗം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. ആ ജീവിത യാത്രയിൽ നമ്മൾ മടങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് തിരികെ കൊണ്ടുപോവുക? ആ സന്ദർഭത്തിൽ നമ്മൾ 2 വസ്ത്രമായിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. ആ യാത്രയിലും നമ്മുടെ ലഗേജിൽ മറക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം തഖ്വയാണ്. അതില്ലെങ്കിൽ പിന്നീടുള്ള അവസ്ഥകളെല്ലാം, ഖബറിലും പിന്നീട് വരാനിരിക്കുന്ന ആ മരണാനന്തര ജീവിതത്തിലെല്ലാം നമ്മുടെ അവസ്ഥ നമ്മൾ പറയാതിരിക്കുന്നതാകും ഭേദം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ആ ഇഹ്റാമിന്റെ ആ സ്റ്റേജിൽ നിന്ന്, ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും ആജിമാർ അവർ തഹല്ലുലായിട്ട് പിന്നീട് സാധാ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതിനുശേഷം ദുൽഹജ്ജ് 8-ന് അവർ മീനയിലേക്കാണ് പോകുന്നത്. മീന എന്നുള്ളത് അറഫയുടെ തലേ ദിവസമാണ് നമ്മൾ മീനയിൽ എത്തുന്നത്. അത് ളുഹറിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് വരെയുള്ള സന്ദർഭത്തിൽ അവർ മീനയിലേക്ക് തലേ ദിവസം എത്തുകയാണ്. കാരണം പിറ്റേ ദിവസമാണ് അറഫ, അതായത് ഹജ്ജിന്റെ ന്യൂക്ലിയസ് ആകുന്ന അറഫ പിറ്റേ ദിവസം. ദുൽഹജ്ജ് 9-നാണ് അറഫ സംഗമം. ആ അറഫയിലേക്കുള്ള മുന്നൊരുക്കാണ് തലേ ദിവസം മീനയിൽ വെച്ചുകൊണ്ട് നമ്മൾ മീനയിൽ അന്നത്തെ ദിവസം ചെലവഴിക്കാണ്. അപ്പൊ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ നാളെ എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ചില മുന്നൊരുക്കം, ആത്മീയ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്താറുണ്ട്. സമാനമായിട്ട് മീനയിലുള്ള ഹാജിമാർക്ക് പിറ്റേ ദിവസം ഏറ്റവും നിർണായകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ് പിറ്റേ ദിവസം. ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഓരോ വ്യക്തികളുടെയും ഖിയാമത്താണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഓരോ വ്യക്തികളുടെയും ഖിയാമത്ത് ആരംഭിക്കുന്നത് അവരുടെ മരണത്തോടു കൂടിയാണ്. അപ്പൊ ഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, ആ ഇഹ്റാം എന്നുള്ളത് നമ്മളെ മരണത്തെയാണ് നമ്മളെ ഉണർത്തുന്നതെങ്കിൽ, പിന്നീട് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഘടകമായിട്ടുള്ള അറഫ യഥാർത്ഥത്തിൽ മഅ്ശറയുടെ റിഹേഴ്സലാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ മഅ്ശറയാണ് യഥാർത്ഥത്തിൽ ആ അറഫ സംഗമ മനുഷ്യ സാഗരം. എത്ര മനോഹരാണ് ആ അറഫയുടെ കാഴ്ച. അത് നേരിട്ട് കണ്ട ആളുകൾ, അതല്ലെങ്കിൽ മീഡിയയിലെല്ലാം അത് കാണിക്കുന്ന സന്ദർഭത്തിൽ ആ വലിയ മനുഷ്യ സാഗരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദങ്ങൾ പോലും വലിയ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 198-ാമത്തെ വചനത്തിൽ ഹജ്ജുമായിട്ട് ആ സുദീർഘമായിട്ടുള്ള ചർച്ചക്കിടയിൽ വഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അറഫയിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹനെ നിങ്ങൾ അവിടെ പുറപ്പെടുക എന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം പോലും വളരെ കാവ്യാത്മകമാണ്. അഫൽത്തും എന്നുള്ള പദം, അഫാല എന്ന് വെച്ചാൽ, ഫൗൽ എന്ന് വെച്ചാൽ ഭാഷയിൽ ഒഴിക്കുക എന്നാണ് അർത്ഥം. ഫാദൽ മാ എന്നെല്ലാം പറയാറുണ്ട്. അതായത് ഒരു വെള്ളം നിലത്തൊഴിച്ചാൽ ഏത് പ്രകാരമാണോ, അതല്ലെങ്കിൽ നമ്മളൊരു ജഗ്ഗിൽ പാല് കൊണ്ടുവന്ന് ആ പാല് നിലത്തൊഴിച്ചാൽ അത് ഏത് രൂപത്തിലാണോ പടരുക, സമാനായിരിക്കും അറഫയിലുള്ള ആ മനുഷ്യ സാഗരം. അപ്പൊ നമുക്കറിയാം, നമ്മൾ അറഫയുടെ ഏരിയൽ വ്യൂ എല്ലാം മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, സമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദങ്ങൾ പോലും വളരെ മനോഹരമാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരാനുള്ള, മരണത്തിന് ശേഷം പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മഅ്ശറയിലുള്ള മനുഷ്യ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും അനുസ്മരിപ്പിക്കുന്നതാണ് അറഫ എന്നുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ജീവിതത്തിൽ ആ ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഓർത്തെടുത്തുകൊണ്ട് അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ പാപമോചനം നടത്തുകയാണ്. അതേ സമാനമായിട്ട് തന്നെയാണ് മഅ്ശറയിൽ നമുക്കറിയാം, അവിടെ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വസ്ത്രം പോലില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സമാനമായിട്ട് ഒരുമിച്ച് കൂട്ടുമെന്നുള്ളതാണ്. അന്നത്തെ ദിവസവും നമ്മൾ അതുവരെ ചെയ്ത തെറ്റുകളല്ല, മറിച്ച് ഭൂമിയിലുള്ള ജീവിതകാലത്തുടനീളം ചെയ്ത തെറ്റുകൾ ഓർത്ത് നമ്മൾ അന്നത്തെ ദിനം ഭയപ്പെടും.
അവിടെ നമുക്ക് പാപമോചനത്തിന് അവസരമില്ല. പക്ഷേ പാപമോചനത്തിന് ഈ ഒരു നൃത്തത്തിൽ നിനക്ക് അവസരമുണ്ട്. അറഫയിൽ അത്രയും കാലം നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാന്റെ മുമ്പിൽ ഏറ്റുപറയാനുള്ള അവസരമുണ്ട്. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ആ നൃത്തം, ആ മഅ്ശറയാകുന്ന ആ മഅ്ശറയിലെ ആ നൃത്തത്തിന് വേണ്ടി നീ ഒരുങ്ങുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഉൾപ്പെടുത്തുമാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സാന്ദർഭികമായിട്ട് ചേർത്ത് വായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുക അന്നത്തെ അറഫാ ദിനത്തിന്റെ ആ ഒരു ദിവസമായിരിക്കും. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ദിനം എന്നെല്ലാം അറഫയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അറഫ എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ വരാനിരിക്കുന്ന ആ മരണത്തിന് ശേഷം നമ്മൾ സംഗമിക്കാനിരിക്കുന്ന ആ മഅ്ശറയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അറഫയിൽ ഹജ്ജ് നിർവഹിച്ച ആളുകൾക്കറിയാം, അന്നത്തെ ദിവസം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അവരുടെ ആ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഓടുകയാണ്. ഒരാളും മറ്റൊരാളെ ശ്രദ്ധിക്കുന്നില്ല, അത്രയേറെ ജനങ്ങളാണ്. ഒരാളും മറ്റൊരാളുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാ ആളുകളും അവനവന്റെ കാര്യം ഓർത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഏതുപോലെന്ന് വെച്ചാൽ നമുക്കറിയാം, പരലോകത്തും നഫ്സി നഫ്സി, എല്ലാ ആളുകളും സ്വന്തം കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ആ ഖിയാമത്തിന്റെ ആ ഒരു ചെറിയ രൂപം യഥാർത്ഥത്തിൽ അറഫ സംഗമം നമ്മൾ ഉണർത്തുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ ഒരു വിഷയം പഠിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് സൂറത്തുൽ ഹജ്ജ് പരിശോധിച്ച സന്ദർഭത്തിൽ, പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. ആ സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിന്റെ ഭീകരത സൂചിപ്പിച്ചുകൊണ്ടാണ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തി സഅതി ശൈഉൻ അളീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിൽ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദഅത്തിൻ അമ്മാ അർദഅത് വതദഅ കുല്ലു ദാത്തിൻ ഹംലിൻ ഹംലഹാ വതറന്നാസ സുക്കാറ വമാ ഹും ബിസുക്കാറ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഹജ്ജിന്റെ ആരംഭ വാക്യങ്ങൾ അതിമനോഹരാണ്. ഖിയാമത്ത് നാളിന്റെ ഭീകരത, സ്വന്തം മുലയൂട്ടുന്ന മാതാവ് പോലും കുഞ്ഞിന് അശ്രദ്ധനാകുന്ന ആ ദിവസം അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനോഹരാണ്. കാരണം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, അതായത് ആ ഹജ്ജ് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ചെറിയ രൂപത്തിൽ അതിനെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നതും ആ ഖിയാമത്തിനെ ഉണർത്തിക്കൊണ്ടാണ്. മനോഹരാണ്. ഹജ്ജ് മാത്രമല്ല, ഇസ്ലാമിലുള്ള പല കർമ്മങ്ങളും, പ്രധാനപ്പെട്ട പല കർമ്മങ്ങളും യഥാർത്ഥത്തിൽ ആ ഖിയാമത്തിനെയാണ് നമ്മളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമസ്കാരം വ്യക്തിതലത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. യാതൊന്നും സംസാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല, നമ്മൾ മറ്റുള്ള ആളുകളുടെ പുറത്തുള്ള സംസാരങ്ങളും മറ്റൊന്നും ശ്രദ്ധിക്കാതെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. സൃഷ്ടാവിനും നമുക്കുമിടയിലുള്ള സംഭാഷണമാണ് നമസ്കാരം. അതേപോലെ തന്നെ ഇപ്പൊ ഹജ്ജിൽ എന്നുള്ള പോലെ തന്നെ അവിടെയും നമ്മൾ അതേ രൂപത്തിലുള്ള സമാനതകൾ കാണാൻ സാധിക്കും. ഇപ്പൊ സമ്പന്നനോ ദരിദ്രനോ രാജാവ് പ്രജയോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് നമസ്കാരത്തിന് നമ്മൾ സഫ് കെട്ടുന്നത്. ഹജ്ജിൽ ആ വസ്ത്രം ധരിക്കുന്നതിന് സമാനമാണ് നമസ്കാരത്തിലും. അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഭാഗം എന്നുള്ളത് നമസ്കാരത്തിലുള്ള ഖിയാമാണ്, ആ നൃത്താണ്. സമാനാണ്. നമുക്കറിയാം, നമ്മൾ മരണാന്തര ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് അവിടെയുള്ള നൃത്താണ്. അതുകൊണ്ടാണ് യൗമുൽ ഖിയാമ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത് തന്നെ. ആ നമസ്കാരത്തിലെ ഖിയാം യഥാർത്ഥത്തിൽ അതിനെ യഥാർത്ഥത്തിൽ അനുസ്മരിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അത് നമസ്കാരത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മള് ജമാഅത്തായിട്ട് നമസ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിലുള്ള നമ്മുടെ ആ ജുമുഅയും യഥാർത്ഥത്തിൽ, അതായത് വ്യത്യസ്ത ആളുകളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന കർമ്മമാണ്. അതും യഥാർത്ഥത്തിൽ ഖിയാമത്തിനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തം ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനാണ് ഖിയാമത്ത്. ജുമുഅ എന്നാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ വിളിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളെ വിളിച്ച മറ്റൊരു പേര് യൗമുൽ ജംഅ എന്നാണ്. സൂറത്തു തഗാബുനിലെ 9-ാമത്തെ വചനത്തിൽ യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല യൗമുൽ ജംഅ എന്ന് ഖിയാമത്ത് നാൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ജുമുഅയും ഒരു വേള നമ്മളെ ആ വരാനിരിക്കുന്ന മഅ്ശറയാകുന്ന ഒരുമിച്ച് കൂട്ടലിനെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അറഫയിൽ മാത്രമല്ല ഹജ്ജിലുടനീളം ഹാജിമാര് മുഴുവൻ ഒരേ വസ്ത്രം ധരിച്ച് ഒന്നിച്ചു ചേരുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാകണമെന്ന് അതിന്റെ ഒരു ചിത്രമാണ് ഹജ്ജിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനോഹരാണ്. നമ്മുടെ വർണ്ണ, ദേശ, ഗോത്ര, ഭാഷ വൈവിധ്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച്, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന അസൂയ, പക, വിഭാഗീയത, ശത്രുത, വിദ്വേഷം, വൈരാഗ്യം അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മളൊരു ശരീരം പോലെ പരസ്പരം സഹോദരങ്ങളാണെന്ന് നമ്മൾ പോലും അറിയാതെ ഹജ്ജിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം അതിനിടയിലുള്ള പരസ്പര സഹകരണം,
അപ്പൊ നമ്മൾ സ്വയം ക്ഷീണം പോലും വകവെക്കാതെ ഓരോ ആളുകളും അവരുടെ ഭക്ഷണവും ഇരിപ്പിടവും എല്ലാം മറ്റുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഒരാൾ അവിടെ വാശി പിടിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശറിന്റെ 9-ാമത്തെ വചനത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട ഒരു ഗുണം, പരസ്പരം വേണ്ട ഒരു ഗുണത്തെ സംബന്ധിച്ച് യസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവര് സ്വന്തത്തെക്കാൾ മറ്റുള്ള ആളുകൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് സമാനമായിട്ടുള്ള നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. സ്വന്തം സഹോദരൻ താൻ ഇഷ്ടപ്പെടുന്ന സ്വന്തം സഹോദരന് അതേ രൂപത്തിലുള്ള ഹദീസുകൾ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ പോലും അറിയാതെ ആ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൊച്ചു രൂപം, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് മുസ്ലിം ലോകത്തിന്റെ ഹൃദയമിടിപ്പാണ് ഹജ്ജ് എന്നെല്ലാം പറയാറുണ്ട്. എല്ലാം മറന്ന് നമ്മൾ ഒരു ശരീരം പോലെ ഒന്നിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. എല്ലാ ആളുകളും ഒരേ പ്രവൃത്തി, ഒരേ വസ്ത്രം, ഒരേ മന്ത്രങ്ങൾ, ഒരേ സ്ഥലം, ഒരേ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരുമ, സുബ്ഹാനല്ലാഹ്. അവിടെ ജാതിയോ മതമോ ഒരു വിഭാഗീയത ഒന്നും അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള